എക്സസൈസ് വളരെ നല്ലതാണ്, എല്ലാവരും ചെയ്യുന്നതൊക്കെയാണ്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സാധാരണ കോമൺ ആയിട്ട് പറയാറില്ലേ, എക്സസൈസ് ഷുഡ് ബി ഹിതം ആൻഡ് മിതം എന്ന് പറയാറുണ്ട്. അതായത് എക്സസൈസ് എപ്പോഴും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കണം. നമുക്ക് ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യണം, അതുപോലെ തന്നെ മിതമായിട്ടുള്ള രീതിയിലും ചെയ്യണം. അതായത് നമുക്ക് ആവശ്യത്തിന് ഉള്ള രീതിയിൽ ചെയ്താൽ മതി. അത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ തന്നെ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. രോഗികളായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന എക്സസൈസും രോഗമില്ലാത്ത ഒരാൾ ചെയ്യുന്ന ഒരു എക്സസൈസും. ഓക്കെ, രോഗികളായിട്ടുള്ള ഒരാൾ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, ഏതൊരു എക്സസൈസ് ആണെങ്കിലും നമ്മൾ ആ ഒരു എക്സസൈസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ രോഗാവസ്ഥ നോക്കണം, ഈ രോഗിക്ക് അനുയോജ്യമായിട്ടുള്ളതാണോ എന്ന് നോക്കണം. അതുപോലെ ഇത് നമ്മൾ എത്ര സമയം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സാധാരണ പറയാറുണ്ട്, നമ്മളുടെ ഒരു സ്ട്രെങ്ത്തിൻ്റെ പകുതി എക്സോസ്റ്റഡ് ആവുന്നത് വരെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടതെന്നാണ് സാധാരണ പറയാറ്. എക്സസൈസ് ഓവറായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് ഉണ്ടാക്കാറുണ്ട്. ഏതൊരു വ്യക്തിക്കും നമ്മളൊരു എക്സസൈസ് പ്രിഫർ ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ ജിമ്മിലായിക്കോട്ടെ, നോർമലായിക്കോട്ടെ, നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന എക്സസൈസുകളൊക്കെ ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള എക്സസൈസ് ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. മാത്രമല്ല, ഇതിൻ്റെ ടൈം പീരീഡ് ഉണ്ട് അല്ലേ, ആ ഒരു വ്യക്തിക്ക് അത് എത്ര സമയം അത് അനുയോജ്യമാണ്, അല്ലെങ്കിൽ എത്ര സമയം അത് മിതമായിട്ടുള്ള ആ ഒരു അളവിൽ തന്നെ എക്സസൈസ് ചെയ്യണം. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു ഹാഫ് സ്ട്രെങ്ത്ത് എക്സോസ്റ്റഡ് ആവുന്നത് വരെ ആ വ്യക്തിക്ക് എക്സസൈസ് ചെയ്യാം.